സുഖമല്ലേ? ഇന്ന് നമുക്ക് ഉഴുന്നോ പരിപ്പോ ഒന്നും വെള്ളത്തിലിട്ട് അരയ്ക്കാതെ ഉണ്ടാക്കുന്ന ഒരു വടയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റിയും നല്ല സോഫ്റ്റും ഒക്കെ ആയ നല്ലൊരു വടയാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ക്രിസ്പിനെസ് ഉണ്ട്. നല്ല വടയാണ്, കഴിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 4 മണി ചായയുടെ ഒക്കെ കൂട്ടത്തിൽ ഒരു സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ വളരെ നല്ല ഒരു വടയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം, അതിലെന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾ ഈ ചാനലിൻ്റെ വരിക്കാരായി മാറിക്കഴിയും, തികച്ചും സൗജന്യമായിട്ട്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ചൂടോടെ കിട്ടും. അപ്പോൾ ഞാൻ ഈ വട ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിരുന്നു. അതൊന്ന് തൊലി കളഞ്ഞ് നമുക്ക് എടുക്കാം. അതിൻ്റെ തോലുരിച്ചിട്ട് എടുക്കാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ലോണം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് അപ്പത്തിൻ്റെ പൊടിയാണ്. അത് പാലപ്പത്തിൻ്റെ പൊടിയാണ്, പുട്ടുപൊടിയല്ല, അപ്പത്തിൻ്റെ പൊടിയാണ് എടുക്കേണ്ടത്. ഒരു 1.25 കപ്പോളം എടുക്കാം. ഒരു 250 ഗ്രാമാണ് 1.25 കപ്പ്. ഇതിൽ നമുക്ക് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. മാവൊന്ന് വെന്ത് വരും അപ്പോൾ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ. ആവശ്യത്തിന് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ്. അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് ആ മാവ് കുറച്ച് നേരം ഒന്ന് തണുക്കാനൊക്കെ വെക്കണം. എന്നിട്ട് നമുക്ക് കൈകൊണ്ടത് തൊടാൻ പറ്റൂ. അപ്പോൾ നമുക്കതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ച് തവി കൊണ്ട് എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ കൈവച്ച് കുഴച്ചെടുക്കാം. നമ്മളെ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുത്താൽ മതി. ഒരു ചീനിച്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്, അത് അവിടെ നിന്ന് ചൂടാകട്ടെ. ഈ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് പൊടിച്ച് ഒന്ന് ഉടച്ച് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. കട്ടയൊന്നുമില്ലാതെ ശരിക്കൊന്ന് ഉടച്ചെടുക്കാം. കണ്ണനെ കണ്ടു ഞാൻ തോഴി, കരിവർണ്ണനെ കണ്ടു ഞാൻ തോഴി, കണ്ണനെ കണ്ടു ഞാൻ തോഴി, കരിവർണ്ണനെ കണ്ടു ഞാൻ തോഴി. കനവിലെല്ലാവരും ഉറങ്ങിയപ്പോൾ ഒരു കനവു പോൽ വന്നവൻ തോഴി, ഇരവിലെല്ലാവരും ഉറങ്ങിയപ്പോൾ ഒരു കനവു പോൽ വന്നവൻ തോഴി, കണ്ണനെ കണ്ടു ഞാൻ തോഴി, കരിവർണ്ണനെ കണ്ടു ഞാൻ തോഴി. അപ്പോൾ സബോള കുറച്ച് അരിഞ്ഞു. ഇനി പച്ചമുളകാണ് അരിയുന്നത്. ഇനി കുറച്ച് ഇഞ്ചി അരിയണം, പിന്നെ മല്ലിയില. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ വടയിൽ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റ് സാധനങ്ങളൊക്കെ ചേർക്കാം. കറിവേപ്പിലയോ പിന്നെ മസാലകളോ എന്ത് വേണോ, പിന്നെ പെരിഞ്ജീരകമോ വടയിൽ ചേർക്കുന്നതൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ചേർക്കുന്നത്. സവോള കൊത്തിയരിഞ്ഞതും ഇഞ്ചി പച്ചമുളക് കൊത്തിയരിഞ്ഞതും അതുപോലെ തന്നെ മല്ലിയില ചെറുതാക്കി അരിഞ്ഞതുമാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ കുറച്ച് നാരങ്ങാനീരും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് മല്ലിയില അരിഞ്ഞെടുക്കാം.
മല്ലിയില നമുക്ക് ആ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ഓയിലാണേ, വറുക്കാനൊക്കെ നമുക്ക് ഓയിലാണ് നല്ലത്. അപ്പോൾ അത് ചൂടായി കിടക്കും. ഇനി നമുക്ക് കൈകൊണ്ട് ആ ഉരുളക്കിഴങ്ങ് ഒന്നുകൂടി അതിൽ വല്ല കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ഒന്നുകൂടി നമുക്ക് ഉടച്ച് എടുക്കാം. ഉരുളക്കിഴങ്ങ് ഉടച്ച് നല്ലോണം എടുത്തിട്ടുണ്ട്. ഇതേ ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. കയ്യിലൊക്കെ പറ്റാതെ വിധത്തിൽ ഉരുളക്കിഴങ്ങ് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ മാവ് ഒന്ന് ചൂടൊക്കെ പോയിട്ടുണ്ടെന്നാലും കുറച്ച് ചൂടുണ്ട് കയ്യിൽ പറ്റുമ്പോൾ, ചൂട് കുറച്ചുണ്ട്. നമുക്ക് ആ ഉരുളക്കിഴങ്ങിലോട്ട് ഇട്ടിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പില്ല, മാവിൽ ഉപ്പുണ്ട്. ഉപ്പിട്ട വെള്ളത്തിലാണ് മാവ് കുഴച്ചിരിക്കുന്നത്. ഉരുളക്കിഴങ്ങിന് ആവശ്യമായ ഒരല്പം ഉപ്പ് നമുക്കിടണം. ശകലം ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സവോള, ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവോള ഇട്ടു, പച്ചമുളക് ഇട്ടു, മല്ലിയില, ഇഞ്ചി ഒക്കെ അതിലേക്ക് ഇട്ടു. നമുക്കൊന്ന് ഇളക്കാവേ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. മിക്സ് ചെയ്യുവാണേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീര് കൂടി ഒഴിച്ചാൽ, പുളിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഓപ്ഷണലാണ്, നിർബന്ധമില്ല. അപ്പോൾ എനിക്ക് നാരങ്ങ നീരൊക്കെ ഒഴിക്കുന്നത് വളരെ ഇഷ്ടമാണ്. എല്ലാത്തിലും മല്ലിയിലയും നാരങ്ങ നീരും ഒക്കെ ചേർക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്ക് അതൊക്കെ അവോയ്ഡ് ചെയ്യാം. മല്ലിയിലയുടെ മണം ഇഷ്ടമല്ലാത്തവർക്ക് കറിവേപ്പില ഇടാം. ഞാനൊരു കുറച്ച് ഒരു അരമുറി നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുളിയൊക്കെ കിട്ടും. അരി അങ്ങ് മാറ്റാം. നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് വട കയ്യിൽ വെച്ച് പരത്തി നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. ഇപ്പോൾ മാവ് ദേ കുഴച്ച് എല്ലാം നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നമുക്കത് പരത്തി വെക്കുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. നെയ്യോ ഓയിലോ എന്ത് വേണേലും ഒഴിച്ചാൽ മതി. നമ്മുടെ കയ്യിലും അതേപോലെ കുറച്ച് ഓയിലോ നെയ്യോ പുരട്ടിയിട്ട് വേണം ഇത് പരത്താൻ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. കുറച്ചെടുത്തിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തുക. ഈ സൈഡൊക്കെ നല്ലതാക്കി എടുത്തിട്ട് നടുക്കൊന്ന് ഒരു ഹോൾ ഇടുക. കണ്ടോ, ഇതുപോലെ നടുക്ക് ഹോളിട്ട് അപ്പോൾ ഉഴുന്നുവട പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉഴുന്നുവട കഴിക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റുമാണിത് കഴിക്കുമ്പോൾ. ഇങ്ങനെ നമുക്കെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം. ഇതെല്ലാം ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുത്താൽ മതി. വലിയ വടയാണ്, അതുകൊണ്ട് 3 എണ്ണമൊക്കെ ഇടാൻ പറ്റൂ. ഒരു 4 എണ്ണം ഇട്ടു. ശരിക്കും മൂത്തിട്ടില്ല. ഒത്തിരി അങ്ങ് വേഗം എന്നും വേണ്ട, ഒരുപാട് ചുമക്കണ്ട. കാര്യം അരിമാവും ഉരുളക്കിഴങ്ങും ഒക്കെ നമ്മൾ ഓൾറെഡി വേവിച്ചതാണ്, വെന്ത് വന്നതാണ്. അതുകൊണ്ട് ഒത്തിരി അങ്ങ് മൂത്ത് പിന്നെ അങ്ങ് റെഡിഷ് ഒന്നും ആകണ്ട, ബ്രൗണിഷ് ഒന്നും ആകണ്ട. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇത് പുറമൊക്കെ ഒന്ന് കളർ മാറി വരുമ്പോഴേ നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. മല്ലിയിലയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. മല്ലിയുടെയും ഉള്ളിയുടെയും
മല്ലിയിലയുടെ ഒക്കെ നല്ല സ്വാദിഷ്ടമായ ഗന്ധം വരുന്നുണ്ട്. നല്ല കൊതിയൂറുന്ന മണം വരുന്നു വടയുടെ. ഇതാണ് നഴ്സറി വട. എല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട് ഒരു വശം. കോരിയെടുക്കാം. ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഒന്ന് വറുത്ത് കോരാം. ഇതെല്ലാം വറുത്ത് കോരിയെടുത്തു. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇതൊന്ന് വെക്കാം, സെറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു നല്ലൊരു മസാല ടീ കൂടി കുടിച്ചാലോ? നല്ലൊരു ടീയും വെച്ചു. നമുക്ക് 4 മണിക്ക് ഇത് നല്ലതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ.